ഇരിക്കട്ടെ. അപ്പം ഇവിടെ അന്തേവാസിയാണ്. അപ്പം തൻ്റെ കൂടെ താമസിച്ച് പഠിച്ച അന്തേവാസിയോട് ആചാര്യൻ അനുശാസിക്കുന്നു. എപ്പോൾ? വേദമനുച്യ, വേദം പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അടുത്ത് വിളിച്ച് സ്നേഹപൂർവം, ശരിക്ക് പറഞ്ഞാൽ ഒരു ഒരു ബിരുദദാന പ്രഭാഷണം പോലെയായി ഈ ഭാഗം. ബിരുദദാന പ്രഭാഷണങ്ങൾ പതിവുണ്ട്. ഈ ബിരുദം സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന്. അതുപോലുള്ളൊരു ഒരു ഒരു ബിരുദദാന പ്രഭാഷണം പോലെയാണ് ഈ ഒരു 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 ഉപദേശം ഉള്ളത്. ഏതാണ്? ഒന്നാമത്തെ വാക്യം മനസ്സിലായില്ലോ? വേദമനുച്യാചാര്യോ അന്തേവാസിന മനുഷാസ്തി. എന്താ? സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദഃ. ഇത് എല്ലാവർക്കും ഉള്ള ഉപദേശ. ഗൃഹസ്ഥാശ്രമിക്കല്ല, ബ്രഹ്മചാരിക്കല്ല, വാനപ്രസ്ഥനല്ല, സന്യാസിക്കല്ല, എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. മറ്റൊന്നുകൂടി പറയട്ടെ, ഈ സനാതനധർമ്മം, ഈ സനാതനധർമ്മ വ്യവസ്ഥ ഒരു മഹാസൗധമാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ അതിൻ്റെ അടിക്കല്ല് 3 എണ്ണമാണ്. 3 അടിസ്ഥാന ശിലകളിലാണ് ഈ ധർമ്മം പൂർണ്ണമായി നിലകൊള്ളുന്നത്. അത് ഈ 3 ഉപദേശങ്ങളാണ്. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻ മാ പ്രമദഃ. ഈ 3 വാക്യങ്ങൾ നമ്മളൊക്കെ ഹൃദയത്തിൽ കുറിച്ച് വെക്കണം, ഹൃദിസ്ഥാക്കണം. ഈ 3 വാക്യങ്ങൾ നമ്മുടെ ആചരണങ്ങളിലൂടെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകണം. ഉപദേശങ്ങളിലൂടെ അല്ല പറഞ്ഞത്, ആചരണങ്ങളിലൂടെ. ഇതിലാണ് സനാതനധർമ്മം നിലകൊള്ളുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം പറയണത് സത്യം വദ എന്നാണ്. ഇതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ അടിക്കല്ല്. സത്യം വദ എന്ന് പറഞ്ഞാൽ സത്യം പറയൂ, സത്യം പറയൂ. ഇതിപ്പോ അത്ര വലിയ കേമ? ഇതാണ് അടിസ്ഥാനം. സത്യം പറയുക. ഈ സത്യം പറയൂ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? എല്ലാ സത്യവും വിളിച്ചു പറയണമെന്നാണോ? ഒരിക്കലും അല്ല. നമ്മൾ പറയുക കഴിയുന്നതും സത്യം പറയണ്ടെന്ന. ഒരു കാരണവശാലും കള്ളം പറയരുത്, ഒരു കാരണവശാലും കള്ളം പറയരുത്, അസത്യം പറയരുത്. അത് വ്രതമാക്കണം നമ്മൾ ഓരോരുത്തരും. ഇവിടുന്ന് ഇങ്ങോട്ട് അസത്യം വരില്ല, കള്ളം പറയില്ല എന്നുള്ളത് പ്രതിജ്ഞ ചെയ്യണം. അതാണ് ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ അടിക്കല്ല്. ഈ സത്യം പറയണം എന്ന് പറഞ്ഞാൽ എല്ലാ സത്യവും വിളിച്ചു പറയണം എന്നല്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കഴിയുന്നതും സത്യം പറയണ്ടെന്നാ ഞാൻ പറയുക. ഒരിക്കലും കള്ളം പറയരുത്. ഇതിന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നൽകുന്ന വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. സത്യം വദ എന്നുള്ളതിന് പറയുകയാണ്, സത്യം യഥാപ്രമാണ അവഗതം യത് വക്തവ്യം തത് വദ. പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയത് പറയേണ്ടതാണെങ്കിൽ പറയൂന്ന. അപ്പൊ പറയണതിന് മുമ്പ് എന്താ ആലോചിക്കണം? ഇത് പറയേണ്ടതാണോ അല്ലയോ എന്ന് ആലോചിക്കണം. അപ്പൊ ഞങ്ങളൊക്കെ എല്ലാ സത്യവും വിളിച്ചു പറയാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. എത്ര കുടുംബം നശിക്കുന്ന നിങ്ങളൊക്കെ വിചാരം? ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിച്ചു പോകും ഞങ്ങൾ സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയാൽ. അതെ, കാരണം പതിയോട് പറയാൻ പാടില്ലാത്ത, പതി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പത്നിമാർ വന്ന് പറഞ്ഞിട്ടുണ്ടാവും. പത്നി അറിയാൻ പാടില്ലാത്ത, പത്നിയോട് പറയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പതി വന്ന് പറഞ്ഞിട്ടുണ്ടാവും.
ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. എങ്ങനെയാണ് സ്വാമി ഞാൻ അഭിമുഖീകരിക്കേണ്ടത്? എന്ത് ചെയ്യണം? ഈ സന്ദർഭത്തിൽ എങ്ങനെ ഞാൻ പ്രവർത്തിക്കണം എന്നറിയാൻ വേണ്ടി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ നമ്മൾ വിളിച്ച് പറയാ, നോക്കൂ, നിൻ്റെ പതിയുണ്ടല്ലോ, ഇങ്ങനെയാ അവൻ്റെ സ്വഭാവം, നിനക്കറിയാത്, അവൻ്റെ കയ്യിലിരിക്കുന്നതാ. നിൻ്റെ പത്നി ഉണ്ടല്ലോ, ഇതാ സംഗതി, എനിക്കറിയാം എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങൾ നശിക്കും? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിക്കും. കുടുംബങ്ങൾ നശിക്കുന്നത് മാത്രമല്ല, എത്രയോ പേർക്ക് അസ്വസ്ഥതയാവും, മാനസിക വിഭ്രാന്തിയാവും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ സത്യവും വിളിച്ച് പറഞ്ഞേക്കരുത്. പറയേണ്ടതാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇതിന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഏറ്റവും വലിയ എന്ന് പറയാൻ ധൈര്യമില്ല. നമുക്ക് തോന്നുന്നതിൽ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം. അതിനേക്കാൾ വലുത് കണ്ടേക്കാം, അറിയില്ല. നമ്മളെ പരിമിതമായ അറിവ് വെച്ചിട്ട്, കാരണം അനന്തമായിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ ചെറിയൊരു മൂല മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. അത് വെച്ചിട്ട്, ആ അറിവ് വെച്ചിട്ട് പറയുകയാണ് പരമാവധി ദൃഷ്ടാന്തം. അതെന്താന്ന് ചോദിച്ചാൽ, ശ്രീരാമചന്ദ്രൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു, ചക്രവർത്തി മഹാരാജാവായിട്ട്. ഇപ്പൊ രാമചന്ദ്രൻ മഹാരാജാവ്, സീതാപരിത്യാഗമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ശ്രീരാമൻ ശത്രുഘ്നനെ വിളിച്ചിട്ട് പറഞ്ഞു, ആവശ്യമുള്ളത്ര സൈന്യത്തെ എടുത്തോളൂ, ആവശ്യമുള്ളത്ര പണം എടുത്തോളൂ, ഇന്ന പ്രദേശത്ത് പോയിട്ട് അവിടെ രാജ്യം സ്ഥാപിച്ച് അവിടെ ഭരിച്ചോളൂ. ഇവിടെ അങ്ങനെ കൂടണ്ട, എല്ലാവരും സ്വയം പര്യാപ്തരാവണം. ജ്യേഷ്ഠൻ പറഞ്ഞത് മാനിച്ച് ശത്രുഘ്നൻ വലിയൊരു സൈന്യവും വലിയൊരു കോശവും ഒക്കെ ആയിട്ട് പുറപ്പെട്ടു. പോന്ന വഴിക്ക് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി. ദശരഥ പുത്രനാണ്, ശ്രീരാമ സഹോദരനാണ്. വാൽമീകി മഹർഷി വളരെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം സ്വീകരിച്ചു. രാജാവിന് ഉചിതമായ രീതിയിൽ ഉള്ള സംവിധാനമൊക്കെ താമസിക്കാൻ കൊടുത്തു. ഇപ്പൊ തൻ്റെ മുറിയുടെ തൊട്ടടുത്ത മുറി തന്നെയാണ് കൊടുത്തത്. സന്ദർഭവശാൽ അന്ന് രാത്രിയാണ് മുനികുമാരന്മാർ വന്ന് വാൽമീകി മഹർഷിയോട് പറയുന്നത്, സീതാദേവി പ്രസവിച്ചു, 2 ബാലകന്മാരുണ്ട്. നോക്കൂ, ശത്രുഘ്നൻ അറിയാം തൻ്റെ അമ്മ ഇവിടെയുള്ളതെന്ന്. തൻ്റെ ഇടത്തിയമ്മ എന്ന് പറഞ്ഞ അമ്മയാണല്ലോ, തൻ്റെ അമ്മ ഇവിടെയുള്ളത് ശത്രുഘ്നൻ അറിയാം. പക്ഷെ ശത്രുഘ്നനോട് വാൽമീകി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അറിഞ്ഞ ഭാവം കാണിക്കാൻ പറ്റില്ല. ആ ശത്രുഘ്നൻ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടാവുമോ? വാൽമീകി ഇതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ പറഞ്ഞു ശത്രുഘ്നൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ടാവും. കാരണം തൻ്റെ അമ്മ ഉള്ള സ്ഥലം അത്, ഏടത്തിയമ്മ സീത ഇവിടെ ഉള്ളത്. ആ ഒരു വല്ലാത്ത ഒരു ഭാവം ശത്രുഘ്നന്റെ ഉള്ളിലുണ്ടാവും. അപ്പോഴാ രാത്രി വർത്തമാനം കേൾക്കുന്നത്. മുനി ഓടിപ്പോയി അവർക്ക് വേണ്ട ജാതകർമ്മ സംസ്കാരമൊക്കെ വേണ്ടതുപോലെ ചെയ്ത് തിരികെ വന്ന്, മുനി ശത്രുഘ്നനോട് ഒന്നും പറഞ്ഞില്ല, ശത്രുഘ്നൻ ഒന്നും ചോദിച്ചുമില്ല. നേരെ പോയി രാജ്യം സ്ഥാപിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ച് ശ്രീരാമചന്ദ്രനെ കാണാൻ വേണ്ടി ചെന്നു. ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചു ശത്രുഘ്നനെ. ശരി, ശത്രുഘ്നൻ അപ്പോൾ രാമൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹം, ജ്യേഷ്ഠൻ്റെ കൂടെ താമസിക്കണം. രാമൻ സമ്മതിച്ചില്ല. രാമൻ പറഞ്ഞു, അത് പറ്റില്ല, അവിടെ പോയി ഭരിച്ചോളൂ, നല്ല സ്പീഡിൽ പോകുന്ന വാഹനമൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുപോയാൽ മതി. ശത്രുഘ്നൻ തിരിച്ചുപോയി. എത്ര പ്രാവശ്യം ശത്രുഘ്നൻ ശ്രീരാമനെ കാണാൻ വന്നിട്ടുണ്ട് നമുക്കറിയില്ല, വാൽമീകി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്തായാലും കൊല്ലത്തിലൊരിക്കലെങ്കിലും പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും അവർ തമ്മിലുള്ള സ്നേഹം. വർഷങ്ങൾ 11 കഴിഞ്ഞു. ശ്രീരാമചന്ദ്രന്റെ അശ്വമേധയാഗം നടക്കുകയാണ്. ആ യാഗനഗരിയിൽ പ്രഭാഷണങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, ഡാൻസുകളുണ്ട്, പലത് നടക്കുക. ഒരു മഹോത്സവമാണ്.
2 കുമാരന്മാർ വന്നു. ബാലന്മാര്, അമിത തേജസ്വികൾ. അമിത തേജസ്വികളും വേദപാരംഗതന്മാരുമാണെങ്കിലും ക്ഷാത്ര ലക്ഷണങ്ങൾ തികഞ്ഞവർ. അവരുടെ നെഞ്ചും അവരുടെ കയ്യും ഒക്കെ ക്ഷത്രിയൻ്റെയാ. എന്ന വേദത്തിൽ പരമപണ്ഡിതരാ. സംഗീതശാസ്ത്രത്തിൻ്റെ മർമ്മം അറിഞ്ഞുകൊണ്ട് അവർ പാട്ട് പാടാൻ തുടങ്ങി. എന്താ അവരുടെ പാട്ട്? ശ്രീരാമചരിതമാണ്. എല്ലാവരും മറ്റെല്ലാം വിട്ട് ഈ കുമാരന്മാരുടെ പാട്ട് കേൾക്കുകയാണ്. ശ്രീരാമന്റെ ഹൃദയം ദ്രവിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് വാൽമീകി മഹർഷി നേരിട്ട് വന്ന് സഭയിൽ വെച്ച് രാമനോട് പറയുന്നത്, ഹേ രാമ, ഇവർ 2 പേരും നിന്റെ മക്കളാണ്. എന്നാ ആലോചിച്ച് നോക്കൂ, ശത്രുഘ്നൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടാവും അതിനു മുമ്പ് രാമൻ്റെ അടുത്ത്? ഒരിക്കലെങ്കിലും ശത്രുഘ്നൻ പറഞ്ഞോ, ഏട്ടാ ഏടത്തെ അമ്മ പ്രസവിച്ചു കിട്ടോ, 2 കുട്ടികളുണ്ട് പറഞ്ഞോ? ഇല്ല, മിണ്ടിയിട്ടില്ല. നമ്മളായിട്ടായിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യമൊക്കെ പിന്നെ സ്ഥാപിക്കാം. എപ്പോൾ പോയിട്ട് റിപ്പോർട്ട് കൊടുക്കട്ടെ. എന്ത് രാജ്യത്തിൽ പിന്നെ പോവാലോ, 2 ദിവസത്തെ പണിയല്ലേ ഉള്ളൂ. സ്പീഡിൽ പോകുന്ന കുതിര ഉണ്ട്, പിന്നെന്താ പ്രശ്നം? ഇപ്പം തന്നെ പോയിട്ട് രാമന് റിപ്പോർട്ട് കൊടുക്കാം. എന്ത്, ഏടത്തിയമ്മ സീത പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ, 2 കുട്ടികളുണ്ട്, എന്നിട്ട് മതി രാജ്യം സ്ഥാപിക്കുക എന്നല്ലേ നമ്മൾ വിചാരിക്കുക? ഇല്ലേ? എന്താ അഭിപ്രായം? അത് പറയേണ്ട ആള് പറഞ്ഞിട്ട് അറിയട്ടെ. എന്നെ അതിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ വാൽമീകി മഹർഷി പറയേണ്ടതായിരുന്നു, ശത്രുഘ്ന സീത പ്രസവിച്ചു എന്ന് രാമനോട് പോയി പറയൂ എന്ന് പറഞ്ഞാൽ പറയണം. നമ്മൾ ഓരോരുത്തരും അവിടെ കണ്ടവർ ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറയണം കേട്ടോ. ഇവിടെ ഉള്ളവർ അങ്ങനെ ചെയ്യില്ല. ചില നാട്ടിലൊക്കെ അങ്ങനെയാ. അവിടെ കണ്ടത് ഇപ്പുറത്ത് പോയി പറയുക, അപ്പുറത്ത് കണ്ടത് അപ്പുറത്ത് പോയി പറയുക, അതിൻ്റെ കൂടെ എരിവും പുളിയും ഒക്കെ കുറച്ച് കൂട്ടുക. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ സത്യവും പറയരുത്. പറയേണ്ടതാണെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ പറയുന്നതിന് മുമ്പ് ആലോചിക്കണം, പറയേണ്ടതാണോ? യഥാ പ്രമാണ അവഗതം യത് വക്തവ്യം തത് വദ. ഏതാണല്ലോ ഇല്ലേ? സത്യം വദ. പക്ഷെ ഒരു കാരണവശാലും അസത്യം പറയരുത്. ഇത് വ്രതമാക്കണം. അപ്പൊ ഒരാൾ ചോദിച്ചു, സ്വാമി സത്യം പറഞ്ഞാൽ മരിച്ചു പോകുന്നു വെച്ചാലോ? അല്ല, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? എടാ, നീ കള്ളം പറഞ്ഞാൽ മരിച്ചില്ലേ? മനസ്സിലായില്ല? ഒരാൾ ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പോൾ സ്വാമി സത്യം പറഞ്ഞാൽ മരിച്ചു പോകുന്നു വെച്ചാലോ? നമുക്ക് കള്ളം പറഞ്ഞൂടെ? എടാ, കള്ളം പറഞ്ഞാൽ മരിച്ചില്ലേ? കള്ളം പറഞ്ഞാൽ മരിച്ചു, അതിനേക്കാൾ നല്ല സത്യം പറഞ്ഞു മരിക്കണല്ലേ. കള്ളം പറയരുത്. എന്നാൽ സത്യം പറയേണ്ട ആവശ്യമില്ല. അതിനൊരു ഉപായം വേണം പറയാൻ, ഇല്ലേ? അതിനൊരു ഉപായം ഇല്ലേ? ഇപ്പോൾ രോഗീനെ കാണാൻ പോയി എന്നുവെച്ചോളൂ. ഒരു രോഗിയെ കാണാൻ പോയി, രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാ എന്ത്, ഏറെ ഉണ്ടാവില്ല, 2-3 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പം അയാൾ ചോദിക്കുക, സ്വാമി എനിക്ക് എങ്ങനെയുണ്ട് സ്വാമി, ഭേദാവുമോ? ഏയ്, നിങ്ങൾ നാളെ തന്നെ മരിക്കും കിട്ടുമോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം എന്ത് പറയണം? ഒരു രോഗം ഇല്ല എന്ന് കള്ളം പറയാൻ പറ്റുമോ? അതും ഇല്ല. അപ്പോൾ ഒരു ഉപായം പറയുക, എല്ലാം ഭേദാവുന്നേ മതി. എല്ലാം ഭേദാവും പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല? ഒക്കെ നേരെയാവും, ഒന്നും വിഷമിക്കണ്ട. അത് അതിൻ്റെതായ ഭാഷ അങ്ങോട്ട് പ്രയോഗിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. അതിന് ചില ഉപായങ്ങളൊക്കെ പ്രയോഗിക്കുക. അങ്ങനെയാണ് ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. ഒരിക്കലും കള്ളം പറയരുത്, അതൊരു വ്രതമാക്കണം. ഉപനിഷത്ത് പറയുന്നുണ്ട്, സമൂലോവായേഷ പരിശുഷ്യതി യഹ അനൃതമഭിവദതി. ആരാണോ നുണ പറയുന്നത് അവൻ വേരോടുകൂടെ ഉണങ്ങിപ്പോകുന്നു. കൊമ്പുണങ്ങിയാൽ 2ാമതും തഴുക്കും, ചില്ലകൾ ഉണങ്ങിയാൽ 2ാമതും തഴുക്കും, എന്തിന് കാണ്ഡം ഉണങ്ങിയാൽ പോലും തഴുക്കും. പക്ഷേ വേരോടുകൂടെ ഉണങ്ങിയാലോ
പിന്നെ തഴുക്കില്ല, ഉണങ്ങിയത് തന്നെയാ. അങ്ങനെ നുണ പറയരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭം വരും കേട്ടോ. ഒരു കാരണവശാലും സത്യം പറയരുതാത്ത സന്ദർഭം, രാഷ്ട്രത്തിന് വേണ്ടി. അപ്പോഴും സത്യം പറയേണ്ട ആവശ്യമില്ല, പക്ഷെ നുണ പറയരുത്. അത് രണ്ടിനും നടുക്കൊരു വഴി അവനവൻ കണ്ടെത്തണം, അത്രയേ ഉള്ളൂ. ശരി, ധർമ്മം ചര, അതാണ് രണ്ടാമത്തെ അടിത്തറ. ഇവിടെ ധർമ്മം വധ എന്നല്ല പറഞ്ഞത്, ധർമ്മം പ്രസംഗിക്കാനുള്ളതല്ല. ചിദാനന്ദപുരി സ്വാമിയുടെ ധർമ്മപ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ധർമ്മം പ്രഭാഷണം ചെയ്യാനുള്ളതല്ല, പിന്നെന്താണ്? ജീവിക്കാനുള്ളതാണ്. ധർമ്മം ചര, ധർമ്മം ആചരിക്കൂ സ്വജീവിതത്തിൽ. ഓരോ സന്ദർഭത്തിലും. ഇപ്പൊ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞാൽ പഠിക്കൂ 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 എന്ന് തന്നെയാണ്. അതെ, അവിടെ തൻ്റെ സഹോദരൻ്റെ ദേഹത്ത് കോമ്പസ് കൊണ്ട് തുളയ്ക്കാനും കത്തി കൊണ്ട് വരയാനുമല്ല, തൻ്റെ ഒന്നിച്ചുള്ള ആള് മരിക്കുന്നത് വരെ ബെൽറ്റ് കൊണ്ട് അടിച്ച് ഒരു ബെൽറ്റ് പൊട്ടി തീർന്നു, രണ്ടാമത്തെ ബെൽറ്റ് കൊണ്ട് അടിച്ച് അവനെ കൊല്ലാനല്ല. ഇതൊക്കെയാണ് വർത്തമാനകാല കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിൻ്റെ തണലിൽ, അടിവരയിട്ട് പറയണം, ഭരണത്തിൻ്റെ തണലിൽ. കാരണം കുറെ കൊല്ലങ്ങളായിട്ട് വിദ്യാലയങ്ങൾക്ക് മുമ്പിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ കാണില്ല കേട്ടോ. പഠിക്കുക പോരാടുക. കണ്ടില്ല? ഹൈസ്കൂളിൻ്റെ മുമ്പിൽ, യു പി സ്കൂളിൻ്റെ മുമ്പിൽ, കോളേജിൻ്റെ മുമ്പിലൊക്കെ ബോർഡ്. കുട്ടി പോണത് പഠിക്കാനാ, അവനെ സ്വീകരിക്കണ ബോർഡ് പഠിക്കുക പോരാടുക. അവൻ പഠിച്ചു എന്തിന്? പോരാടാൻ. അങ്ങനെ പോരാടി 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 കോലമായി. നേതാക്കന്മാരെ കുട്ടികൾ പോരാട്ടമില്ലാത്ത സ്കൂളുകളിൽ പഠിച്ചു. ആവർത്തിച്ച് പറയും, ഒരു ഭയവും ഇല്ല, സത്യമാണ്. പാർട്ടിയുടെ നേതാക്കന്മാർ പോരാട്ടമില്ലാത്ത സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചു. അവർ വ്യവസായങ്ങൾ തുടങ്ങി, അവർ വ്യവസായശാലകൾ തുടങ്ങി, അവർ ഉന്നത സ്ഥാനങ്ങളിൽ ജോലികൾ വഹിച്ചു. ഈ ആഹ്വാനം കേട്ട് സാധാരണക്കാരൻ്റെ കുട്ടികൾ പോരാടി പോരാടി അവസാനം ആട്ടം മാത്രമായി. ഇതാണ് കേരളത്തിന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത്. അതുകൊണ്ട് കേരളത്തിലെ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് വലിച്ച് കീറിയിടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത്ര വിദ്യാഭ്യാസ നിലവാരം താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ നശിച്ചിട്ടില്ല, ഇനിയും തിരുത്താനുള്ള സന്ദർഭമുണ്ട്. കാരണം കൃഷി ആദ്യമേ പോയി, വ്യവസായം പോയി, എല്ലാം പോയി. ആകെക്കൂടെ അവിടെ വരുമാനം കിട്ടുന്നത് വിദ്യാഭ്യാസം കൊണ്ടാണ്. ഇവിടുത്തെ വിദ്യാസമ്പന്നർ അവിടെ ഇവിടെയും പുറത്തു പോയി ജോലി ചെയ്തിട്ടാണ് ജില്ലാനം കൊണ്ടുവരുന്നത്. അതും ഇല്ലാണ്ടാവാൻ പോവുക. കാരണം ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടിക്ക് അക്ഷരം കൂട്ടി എഴുതാൻ അറിയില്ല, ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടിക്ക് നാലക്കം കൂട്ടാൻ അറിയില്ല, ഒരു വാചകം വ്യാകരണ തെറ്റില്ലാതെ പറയാൻ അറിയില്ല. പിന്നെ എവിടെ അവനൊക്കെ പുറമെ സ്വീകരിക്കപ്പെടുക? ഗൗരവമായി ചിന്തിക്കുക. ഫുൾ പാസ് കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം ഒന്നുമല്ലാതാക്കിയ മാറി മാറി വന്ന സർക്കാരുകൾ ഇതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് നമുക്ക് ആവർത്തിച്ച് പറയണം, വിദ്യാർത്ഥിയുടെ ധർമ്മം പഠിക്കുക പഠിക്കുക പഠിക്കുക. ശരി, ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം പഠിക്കുക 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 എന്നാ. വിവാഹം കഴിച്ചു, എന്താ ഭാഗവതം വായിച്ചിരിക്കുക. കുറച്ചു നേരം കഴിച്ചു, എന്താ ഞാനിപ്പോൾ ലളിതാ സഹസ്രനാമ വായിക്കണത്. കുറച്ച് നീ എന്താ വായിക്കണത്? വിഷ്ണു സഹസ്രനാമ. ഇതിങ്ങനെ പഠിച്ചിരിക്കുക. അതൊക്കെ വേണം കുറച്ചു നേരം. ബാക്കി സമയം ഗൃഹസ്ഥാശ്രമ ധർമ്മം ചെയ്യണം, നല്ലപോലെ അധ്വാനിക്കണം,
പണം സമ്പാദിക്കണം, സ്വത്ത് സമ്പാദിക്കണം, കുടുംബത്തെ ശക്തമാക്കി നിലനിർത്തണം, നിത്യ നൈമിത്തിക കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യണം, സന്താനോൽപാദനം വേണം, ഗൃഹസ്ഥാശ്രമ ധർമ്മം പാലിക്കണം. അത് വിസ്തരിച്ച് പറയാൻ പോകുന്നത് കൊണ്ട് ഇപ്പൊ പറയണില്ല. ശരി, വാനപ്രസ്ഥനെ സംബന്ധിച്ചോ? വാനപ്രസ്ഥനെ സംബന്ധിച്ച് നല്ലപോലെ ഉപാസന ചെയ്യണം. സന്യാസിയെ സംബന്ധിച്ചോ? സന്യാസിയെ സംബന്ധിച്ച് നല്ലതുപോലെ ആത്മാനുസന്ധാനം ചെയ്ത് കഴിയണം. ചിലർ വിചാരിച്ചിരിക്കണത് സന്യാസി എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ നടന്ന് വേദാന്തം പ്രസംഗിക്കണം. കണ്ടോ, ചിദാനന്ദപുരസ്വാമിയൊക്കെ എത്ര വലിയ സേവയാണ് ചെയ്യണത്. എടാ, ഇത് സന്യാസിയുടെ ധർമ്മം അല്ല, ഇത് സന്യാസിയുടെ പണിയല്ല. അത് മനസ്സിലാക്കുക. ഗൃഹസ്ഥന്മാർ വേണ്ടതുപോലെ ചെയ്യാത്തത് കണ്ടപ്പോൾ, ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ മഠങ്ങളെ സ്ഥാപിക്കുകയും സന്യാസിമാരെ ധർമ്മ പ്രചരണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തതാണ്. വാസ്തവത്തിൽ ഇത് സന്യാസി ധർമ്മമല്ല. മനസ്സിലാക്കുക. ആത്മാനുസന്ധാനമാണ്. ഇങ്ങനെ സ്വന്തം കർമ്മത്തിൽ, സ്വന്തം ധാർമ്മിക കർമ്മത്തിൽ ഓരോരുത്തരും കഴിയണം. അതാണ് ധർമ്മം ചര എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വിസ്തരിച്ച് പറയേണ്ടത് ഗൃഹസ്ഥാശ്രമ സംബന്ധിയായിട്ടാണ്. അതിനി പറയാൻ പോകുന്നത് കൊണ്ടാണ് ഇവിടെ വിസ്തരിക്കാതിരുന്നത്. ഓർമ്മിക്കുക. അപ്പോൾ സത്യം വദ, ധർമ്മം വദ എന്നല്ല, ധർമ്മം ചര. മൂന്നാമത്തത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വാധ്യായാന്മാ പ്രമദഃ. സ്വാധ്യായാത് മാ പ്രമദഃ എന്ന് ഛേദം. സ്വാധ്യായത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, മടിച്ച് പിന്മാറരുത്. നോക്കൂ, സത്യം പറയൂ എന്ന് പറഞ്ഞ ആചാര്യൻ സത്യം വദ, ധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞ ആചാര്യൻ ധർമ്മം ചര, സ്വാധ്യായം ചെയ്യൂ, സ്വാധ്യായം കുരു എന്നല്ലേ പറയേണ്ടിയിരുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? സത്യം പറയൂ, ധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞാൽ സ്വാധ്യായം ചെയ്യൂ എന്നല്ലേ പറയേണ്ടത്? അതാണ് ഭാഷയുടെ സൗന്ദര്യം. എന്നാൽ അങ്ങനെയല്ല പറഞ്ഞത്. സ്വാധ്യായത്തിൽ നിന്ന് മടിച്ച് പിന്മാറരുത് എന്നാ. എന്താ കാരണം? കാരണം നീയൊക്കെ മഹാമടിയനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മടിച്ച് പിന്മാറരുത്.